ഇനി ഈ ഒരു മൺപാത്രത്തിൽ കുങ്കുമം വെച്ച് അലങ്കരിക്കുക. മൺപാത്രത്തിലും അതുപോലെ തന്നെ മൺചിരാതിലും നമ്മൾ കുങ്കുമം ഉപയോഗിച്ച് അലങ്കരിക്കുക. ഈ ഒരു വഴിപാട് നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ വഴിപാട് നടത്താറുണ്ട്. അത് തിരുമേനിമാരാണ് നടത്തുന്നത്. നമ്മുടെ പേരും നാളും പറഞ്ഞ് അതിനുള്ള ഏത് വഴിപാടാണോ അതിനുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഉപ്പ് ദീപ വഴിപാടും അതുപോലെ വെറ്റില ദീപ വഴിപാടെല്ലാം തന്നെ നമ്മൾ നമ്മുടെ സ്വയം കൈകളാൽ ചെയ്യുന്നത് കൊണ്ട് ആ വഴിപാടുകൾക്കെല്ലാം തന്നെ ഇരട്ടി ഗുണമായിരിക്കും ലഭിക്കുന്നത്. ഇനി നമുക്ക് ഒരു പീഠമെടുത്ത് അതിന് മുകളിലായിട്ട് ഈ ഒരു മൺപാത്രം വയ്ക്കുക. അതിന് ചുറ്റും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ദേവിക്ക് സുഗന്ധമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സുഗന്ധമുള്ള പൂക്കളൊക്കെ